അവൻ മിടുക്കനായതുകൊണ്ടോ നടനായതുകൊണ്ടോ MP ആയതുകൊണ്ടോ ഒന്നും ഇത് കിട്ടുകയല്ല. വെക്കേണ്ടിടത്ത് വെക്കുന്നതും വെക്കേണ്ടാത്തിടത്ത് വെക്കുന്നതും ഈ പരിശീലനം. ലഅല്ലക്കും തത്തഖൂൻ, അതിനാ നോമ്പ് നമുക്ക് തരും. റമദാനിൽ അള്ളാഹു പരീക്ഷിക്കുന്നത് ഇതുവരെയുള്ള നിൻ്റെ ജീവിതത്തിൻ്റെ ആത്മാവിനെ പരിഗണിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പരിഗണിച്ചുകൊണ്ട്, ആഖിറത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് ജീവിക്കാൻ തന്ന നിൻ്റെ സ്വത്വത്തെ, നിൻ്റെ മുഴുവൻ ശരീരത്തെ, സമഗ്ര ശരീരത്തെ, ശരീരം മാത്രമല്ലാത്ത ആത്മാവ് കൂടി ചേർന്ന ഈ ശരീരത്തെ പരിഗണിച്ചുകൊണ്ട് നീ പണിയെടുത്തിട്ടുണ്ട് എന്ന്, അതിനു വേണ്ടി പരിശീലിച്ചിട്ടുണ്ട് എന്ന് നീ റമദാനിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ പരീക്ഷയിൽ തെളിയിക്കാൻ തന്ന സമയമാണ്. വീട്ടിൽ ചെന്നാൽ നേരത്തെ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ആരോഗ്യത്തിന് നല്ലതല്ലേ, ഒരു നോമ്പങ്ങ് വെച്ചേക്കാം എന്ന് വിചാരിക്കുന്ന നോമ്പുകാരൻ റമദാനിൽ ഒന്നുമായിട്ടില്ല. നമ്മുടെ സഹോദര സമുദായങ്ങൾ പാടുന്ന കേട്ടിട്ടില്ല, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന്. സമയമാകുന്ന രഥത്തിൽ തേരിലേറി സ്വർഗത്തിലേക്ക് നമ്മളൊക്കെ യാത്ര ചെയ്യുക. അവർ പറഞ്ഞുകൊണ്ട് തെറ്റല്ല, ശരിയാണത്. ആ യാത്രയിൽ നമ്മളുടെ ഇടറിയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മത്സരഭൂമികയായി മുസ്ലിം ഉമ്മത്തി പരിശുദ്ധ റമദാന മാറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു പരീക്ഷ കഴിയുമ്പോൾ റാങ്ക് മുകളിലേക്ക് ഉയരുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് ആഗതമാകുന്നതിൻ്റെ മുന്നോടിയായുള്ള ഏറ്റവും അടുത്ത സമയത്താണ് നമ്മളെല്ലാവരും എത്തി നിൽക്കുന്നത്. ഈ സമയം നാം ഓരോരുത്തരും എത്രമാത്രം റമദാന് വേണ്ടി സ്വയം സജ്ജരായിട്ടുണ്ട് എന്ന് ആലോചിക്കേണ്ട സമയമാണ്. കഴിഞ്ഞ ചില ആഴ്ചകളിലെല്ലാം ഞാൻ ആ കാര്യം നിങ്ങളോട് പറയുകയുണ്ടായി. റമദാനെ സ്വീകരിക്കുക, റമദാനെ സ്വാഗതം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു നിസ്സാരമായ ഒരു സംഗതിയോ ഒരു പരിപാടിയോ ആയി നമുക്ക് കാണാൻ പാടുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് അല്ലാഹു അനുവദിച്ച് നൽകിയിട്ടുള്ള സമയമാകുന്ന രഥത്തിലേറി സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയ്ക്കിടയിൽ അല്ലാഹു തആല നമ്മുടെ വിജയപടവുകൾ തീരുമാനിക്കാനും നമ്മുടെ നിലവാരം അളന്നു തൂക്കി നമുക്ക് തന്നെ ഉറപ്പുവരുത്തുവാനും അല്ലാഹു നൽകിയിട്ടുള്ള നാം വിജയത്തിൻ്റെ വഴിയിലാണോ, നാം നമ്മുടെ യഥാർത്ഥ ഗോളിലേക്ക്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തന്നെയാണോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം വിലയിരുത്തുവാനുമൊക്കെ പടച്ചതമ്പുരാൻ നമുക്ക് നൽകുന്ന സുവർണാവസരങ്ങളാണ്, പരീക്ഷാവസരങ്ങളാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ റമദാൻ പോലുള്ള മാസങ്ങൾ എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ പരിപാടികളും പദ്ധതികളും വളരെ ആസൂത്രിതമാണ്, വ്യവസ്ഥാപിതമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച് വളരെ മനോഹരമായി രൂപഭംഗി നൽകി, മനോഹരമായ അവൻ്റെ ആന്തരിക ഭംഗി നൽകി, പുറത്ത് ശരീരവും സൗഭകം തികഞ്ഞ ശരീരവും, പുറത്ത് വളരെ അത്ഭുതകരമായ ആകാരത്താൽ, മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട്, ചിന്ത കൊണ്ട്, ഭാവന കൊണ്ട് അതിവിശാലമായ മേഖലകളെ സ്വായത്തമാക്കാൻ സൗകര്യപ്രദമായ നിലയിലുള്ള ആന്തരിക ഭംഗി കൊണ്ട് അനുഗ്രഹിച്ച് ലോകത്തേക്ക് അയച്ചിരിക്കുന്ന നമ്മെ, പടച്ചതമ്പുരാൻ നമ്മെ അയച്ചിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹു നമുക്ക് വേണ്ടി തരുന്ന എല്ലാ പദ്ധതികളും നമ്മുടെ സർവതോന്മുഖമായ സമഗ്രമായ വളർച്ചയും പുരോഗതിയും ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് നാം എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കേണ്ടതാണ്. പലപ്പോഴും നാം നമ്മുടെ വിജയത്തെക്കുറിച്ച് നാം സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭൗതിക ലോകത്തെ നമ്മുടെ വിജയത്തെ ആധാരമാക്കിയാണ്, മാനദണ്ഡമാക്കിയാണ്. പക്ഷെ ഭൗതിക ലോകത്ത് പണം കൊണ്ടോ അധികാരം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ മറ്റെന്തെങ്കിലും അറിവ് കൊണ്ടോ ഒക്കെ നമ്മളൊക്കെ പലപ്പോഴും വലിയ വലിയ മേഖലകൾ താണ്ടിയെന്ന്, അല്ലെങ്കിൽ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു എന്ന്, അഥവാ വിജയം വരിച്ചു എന്നൊക്കെ നമ്മൾ ആരെയെങ്കിലുമൊക്കെ പറയാറുണ്ട്. പക്ഷേ ആ ആളുകളൊക്കെ തന്നെ അവൻ്റെ ഈ ഭൗതികമായ നേട്ടങ്ങളുടെ എല്ലാം നിറവിലും നടുവിലും നിൽക്കുമ്പോഴും വമ്പൻ പരാജയത്തെ, തീർത്തും നിരാശാജനകമായ ഭാവിയെ ഉറ്റുനോക്കി വളരെ ഖേദത്തോടെ, ദുഃഖത്തോടെ, വേദനയോടെ, ആത്മനൊമ്പരങ്ങളോടെ ഈ ലോകത്ത് തന്നെ ജീവിച്ച് തീർക്കേണ്ടി വരികയും ഈ ലോകത്തുനിന്ന് ജീവിതം കഴിച്ചേക്കേണ്ടി വരികയും ചെയ്യുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ കണ്ടുവരുന്ന ദുരനുഭവങ്ങളുടെ ഇടയിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭൗതികമായി വിജയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഒരു വിജയത്തെ അടിസ്ഥാനപ്പെടുത്തുന്നില്ല, അംഗീകരിക്കുന്നില്ല. മനുഷ്യൻ്റെ വിജയമെന്ന് പറയുന്നത് അവൻ്റെ ഭൗതികമായ വിജയമല്ല,
മറിച്ച് അവൻ്റെ ബാഹ്യത്തേക്കാൾ എത്രയോ ഉന്നതമായ ആന്തരികം നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ആന്തരിക ഭാവങ്ങളുടെ വളർച്ചയും വികാസവും എത്രയുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ വിജയിച്ചുവോ പരാജയപ്പെട്ടുവോ എന്ന് തീരുമാനിക്കാനുള്ള ആധാരമായി, മാനദണ്ഡമായി അള്ളാഹു നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നമുക്ക് പടച്ച തമ്പുരാൻ തരുന്ന പല സംഗതികളും നമ്മുടെ ബാഹ്യമായ അവസ്ഥകളെ സന്തോഷിപ്പിക്കുന്നതല്ല, നമ്മുടെ ശരീരത്തിൻ്റെ അതിൻ്റെ ആഗ്രഹങ്ങളെ താലോലിക്കുന്നതല്ല, പലപ്പോഴും അതിനോട് ഇടയുന്നതാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായതെല്ലാം തന്ന പടച്ച തമ്പുരാൻ തന്നെ ഈ റമദാൻ ആഗതമാകുമ്പോൾ നമ്മോട് അതിനോടെല്ലാം അകലം പാലിക്കാൻ പറയുകയാണ്. എന്തിനാണ് അള്ളാഹു അത് പറയുന്നത്? നീ ഇതുവരെ പരിഗണിച്ചു പോന്ന നിൻ്റെ ശരീരത്തിൻ്റെ, നിൻ്റെ ബാഹ്യ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നിൻ്റെ ബാഹ്യ ഭാവത്തിൻ്റെ ആ മേഖലകളിലൂടെ മാത്രം നീ പാഞ്ഞ് നിൻ്റെ ഭൗതികതയെ മെച്ചപ്പെടുത്താൻ നീ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ നിൻ്റെ ആന്തരികതയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, നിൻ്റെ ആത്മാവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിൻ്റെ അകം പൊളിയുകയാണ്, നിൻ്റെ യഥാർത്ഥ വിജയത്തിലേക്ക് നിനക്കടുക്കാനുള്ള സാധ്യതകളെ നീ തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അകം നന്നാക്കുക എന്നാണ് പരിശുദ്ധമായ റമദാൻ അടക്കം നമ്മളോട് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ 2 ആഴ്ചകളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്കറിയും. ഉംറയ്ക്കായി യാത്രയിലായിരുന്നു. അൽഹംദുലില്ലാഹ് സംഘങ്ങളോടൊപ്പം ഉംറയുടെ യാത്ര പൂർത്തിയാക്കി സന്തോഷകരമായി മടങ്ങിയെത്താൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടായി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കൊള്ളരുതായികളെ, ദുഷിപ്പുകളെ നമ്മുടെ ഇഹവും പരവും നാശകരമാക്കി തീർക്കുന്ന, നാശത്തിലകപ്പെടുത്തുന്ന ആന്തരിക മാലിന്യങ്ങളെക്കുറിച്ച്, ദോഷങ്ങളെക്കുറിച്ച് ഞാൻ അല്പം സൂചിപ്പിക്കുകയുണ്ടായി. അഹങ്കാരമായി, അസൂയയായി, അതുപോലെ തന്നെ പിണക്കമായി, വെറുപ്പായി, ഇങ്ങനെയെല്ലാം നാം നമ്മുടെ ഉള്ളു നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ നാശവസ്തുക്കളെ അതിനെ തൊട്ടറിയാൻ, അതിനെ തിരിച്ചറിയാൻ, അതിനെ അതിജീവിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സ് സംശുദ്ധമായി തന്നെയാണ് മുന്നേറുന്നതെന്ന് ഉറപ്പുവരുത്താൻ നാം ഈ ഷഅബാനിലും റജബിലും ശ്രമിച്ചു കൊണ്ടിരിക്കണമെന്ന് പറയുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശ്രമത്തിൽ നമ്മൾ എത്ര കണ്ട് വിജയിച്ചുവോ ആ വിജയത്തിൻ്റെ പരീക്ഷയാണ് പരിശുദ്ധമായ റമദാനിൽ നടക്കുന്നത് എന്ന് നാം ഓർത്തു വയ്ക്കണം. പരീക്ഷയിലാണ് നമ്മുടെ മക്കൾ. SSLC പരീക്ഷയിലാണ്, +2വിൻ്റെ പരീക്ഷയിലാണ്. യഥാർത്ഥത്തിൽ ഈ പരീക്ഷ എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പരീക്ഷകളെ കടന്നാണ് അവൻ നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കുന്നത്. ഇതുവരെ നാം നേടിയെടുത്തത് എത്ര കണ്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് പരീക്ഷയുടെ സവിശേഷത. നാം ഇതുവരെ നമ്മൾ നേടിയെടുത്ത നമ്മുടെ കഴിവുകൾ, നമ്മുടെ അർഹതകൾ, നമ്മുടെ യോഗ്യതകൾ, എലിജിബിലിറ്റി, ഇത് നാം പരീക്ഷയിലാണ് പെർഫോം ചെയ്യുന്നത്. പരീക്ഷയിലുള്ള പെർഫോമൻസാണ് ഭാവിയെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ നിർണ്ണയിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ നാളുകളിൽ അള്ളാഹുവിനോട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അടുക്കുന്നതിൽ നാം എത്ര കണ്ട് വിജയിച്ചിട്ടുണ്ട്, എത്ര കണ്ട് പണിയെടുത്തിട്ടുണ്ട് എന്ന് ആലോചിക്കുകയും, ശരിയായ സമയത്ത് നല്ല വിദ്യാർത്ഥി എങ്ങനെയാണ് നമുക്കറിയാം. നല്ല വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ സമയത്ത് പഠിക്കുന്നവനല്ല. പരീക്ഷയുടെ വിജയങ്ങളൊക്കെ വന്ന് വലിയ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾ, റാങ്ക് ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ വലിയ നിലയിലെത്തിയ ആളുകളെ പലപ്പോഴും ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവരോടൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്: നിങ്ങളെങ്ങനെയാണ് ഈ നേട്ടം കൈവരിച്ചത്? നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ പഠന സപര്യ മുന്നോട്ട് കൊണ്ടുപോയത്? മിക്കവാറും അവരെല്ലാം പറയാറുള്ള ഒരു മറുപടിയുണ്ട്: എല്ലാ ദിവസവും 4 മണിക്ക് ഉണരും. ചിലർ 4 മണിയെന്ന് പറയും, വേറെ ചിലർ പറയും 5 മണിക്ക് ഉണരുമെന്ന്. ഒരാളും പറഞ്ഞിട്ടില്ല 7 മണിക്ക് ഉണരുമെന്ന്. 8 മണിക്ക് ഉണരുമെന്ന് പറഞ്ഞ ഈ നമ്മുടെ പരീക്ഷകളിൽ, നമ്മുടെ നാടുകളിൽ നടക്കുന്ന പരീക്ഷകളിൽ വിജയത്തിൻ്റെ ഉന്നത നിലവാരത്തിലെത്തിയ ഏതെങ്കിലും ഒരാൾ പറഞ്ഞതായി ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ആരും പറഞ്ഞിട്ടില്ല ഞാൻ 7 മണി 8 മണിയാകുമ്പോഴൊക്കെ എഴുന്നേക്കുമെന്ന്. പലരും പറയാറുള്ളത് 4 മണി എന്നാണ്. ചിലർ പറയാറുള്ളത് 5 മണിക്ക് ഉണരുന്ന്
പഠിക്കാൻ ശ്രമിക്കുമെന്നാണ്. ചിലപ്പോൾ ചിലർ പറയാറുള്ളത് രാത്രിയൊക്കെ നിരന്തരമായി പഠിച്ചുകൊണ്ടേയിരിക്കും, അമ്മ കട്ടൻ കാപ്പി ഇട്ട് തരും എന്നൊക്കെ പറഞ്ഞ റാങ്ക് തൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് കൊണ്ടുപോയി സമർപ്പിച്ച റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പഠിധ്വാനത്തിൻ്റെ, നീണ്ടുനിന്ന അധ്വാനത്തിൻ്റെ അവസാനത്തെ പെർഫോമൻസാണ് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷയിലൂടെ ഉന്നത വിജയമായി ഭാവിക്കുള്ള നേട്ടത്തിൻ്റെ ചൂണ്ടുപലകയായി ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ കടന്നു വരുന്നത്. സംശയമുണ്ടോ ആർക്കെങ്കിലും? അള്ളാഹു നമുക്ക് വേണ്ടി പരലോകത്തിൽ സ്വർഗം കരുതി വെച്ച് ശരീരവും മനസ്സുമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ചിത്തും ജഡവുമായി ചിജ്ജട സമന്വയമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ജഡത്തെ മാത്രം പരിഗണിച്ച്, അവൻ്റെ ശരീരത്തെ മാത്രം പരിഗണിച്ച് പണിയെടുത്ത്, ശരീരത്തെ പരിഗണിക്കുമ്പോൾ എപ്പോഴാണ് ഉണരാൻ പറ്റുക? പലപ്പോഴും 8 മണിക്ക് ഉണർന്നാൽ മതി. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 8 മണിക്കും 9 മണിക്കും അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക എന്നല്ലേ. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് 5 മണിക്ക് ഉണരുന്നവൻ 9 മണിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? 5 മണിക്ക് ഉണരുന്നവൻ അന്നേരം ബ്രേക്ക് ചെയ്യും. 4 മണിക്ക് ഇടുന്നവൻ അന്നേരമാണ് അവൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? പാശ്ചാത്യൻ്റെ വികലമായ ശരീര സുഖപ്രധാനമായ ജീവിതത്തിന് അടിമപ്പെട്ട് മനസ്സിനെയും മനസാക്ഷിയെയും ആത്മാവിനെയും അവഗണിച്ച് ജീവിച്ച ഒരു സമൂഹത്തിൻ്റെ സംസ്കാരം നമ്മുടെ ജീവിതത്തെ കീഴ്പ്പെടുത്തിയപ്പോൾ നമ്മൾ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരായി. അതേസമയം സുബഹി നിസ്കരിക്കുന്നവൻ, ആഖിറം പരിഗണിക്കുന്നവൻ, മനസ്സിനെ പരിഗണിക്കുന്നവൻ, അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഏറിയാൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങി അടുത്ത കടയിൽ കയറിയിട്ട് ഒരു ചെറിയ ചായയും ഒരു കഷ്ണം പുട്ടും കഴിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ കടിയും കഴിക്കും. അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴായി? 9 മണിക്ക് മുസ്ലിമിന് ബ്രേക്ക്ഫാസ്റ്റ് വരുമോ? 8 മണിക്ക് മുസ്ലിമിന് ബ്രേക്ക്ഫാസ്റ്റ് വരുമോ? മനസ്സിനെ മനസാക്ഷിയെ മറന്നുപോയവൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണത്. ആത്മാവിനെ അവഗണിച്ചവൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണത്. ശരീരത്തിൻ്റെ ഉറങ്ങാനുള്ള, രമിക്കാനുള്ള രാത്രിയെ ആവോളം തണുപ്പിച്ച ശമിപ്പിച്ചവൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണത്. സഹോദരങ്ങളെ, ഇത് യഥാർത്ഥത്തിൽ ശരീരവും മനസ്സുമായി ചിത്തും ജഡവും സമന്വയിപ്പിച്ചൊരു ചിജ്ജട സമന്വയമായി നമ്മളെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ്റെ പദ്ധതിയിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല. അവൻ്റെ പദ്ധതിയിൽ അത് വരില്ല. അവൻ്റെ പദ്ധതിയിൽ മനസ്സിനെ കൂടി പരിഗണിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്. ആ പ്രോഗ്രാമിംഗാണ് പരിശുദ്ധമായ റമദാനിൽ നിന്നും റമദാൻ അല്ലാത്തപ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ നമ്മെ പരിശീലിപ്പിച്ചത്. ആ പരിശീലനവുമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ചേർന്ന് പോകുന്നുണ്ടോ എന്നുള്ള ആലോചനകളുടെ, ആ ചിന്തകളുടെ, അതിൻ്റെ പരീക്ഷണങ്ങൾ അള്ളാഹു താല ഓരോ വർഷവും റമദാനിലൂടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുതരും. എങ്ങനെയാണ് ഇവൻ്റെ രാത്രി ചെലവഴിച്ചത്? ഇവൻ ശരീരം മാത്രം പരിഗണിച്ചുകൊണ്ടാണോ? എങ്ങനെയാണ് ഇവൻ്റെ പ്രഭാതം ഇവൻ ചെലവിട്ടത്? ശരീരം മാത്രം പരിഗണിച്ചുകൊണ്ടാണോ? മനസ്സിനെ അവൻ അവഗണിച്ചോ? ഇവൻ്റെ ഇഷ്ടങ്ങളെ മാത്രം പരിഗണിച്ചിട്ടാണോ? ശരീരത്തെ മാത്രം പരിഗണിച്ച ശരീരപൂജകനാണോ? അതോ അവൻ്റെ അസ്തിത്വത്തിൻ്റെ ആധാരമായ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും നന്മ തിന്മകളെ ഇവൻ വിശകലനത്തിന് വിധേയമാക്കുകയും അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ പ്രോഗ്രാം ക്രമീകരിക്കുകയും ചെയ്തവനാണോ? ഇതൊക്കെ പടച്ചവൻ്റെ പദ്ധതിയിലുണ്ട്. നമുക്കത് വേണ്ടാന്ന് തോന്നിയാലും. ലോകത്ത് യോഗ്യന്മാരായി തെളിയിക്കപ്പെട്ട മുഴുവൻ ആളുകളും അവരുടെ രാവുകളെ പ്രയോജനപ്പെടുത്തിയവരാണ്. അവരുടെ പ്രഭാതത്തിൻ്റെ ബ്രഹ്മമുഹൂർത്തങ്ങളെന്നാണ് മറ്റുള്ളവർ പറയുക. ബ്രഹ്മമുഹൂർത്തങ്ങൾ. ഒരു സ്വാമി ഒരിക്കൽ പറയുകയുണ്ടായി. നമുക്കറിയാവുന്നൊരു സ്വാമിയാണ്, ആദരണീയനാണ് അദ്ദേഹം മരണപ്പെട്ടു. ഗുരു നിത്യചൈതന്യയതി. അദ്ദേഹം പറഞ്ഞു, 4 മണിക്ക് ഉണർന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ ധ്യാനനിരതനായി ഞാൻ എല്ലാ ദിവസവും കഴിയുമ്പോൾ 5 മണി നേരത്ത് മുറിഞ്ഞ കല്ലിലെ എൻ്റെ അടുത്തുള്ള മുസ്ലിം പള്ളിയിൽ നിന്ന് ബാങ്കിൻ്റെ ഒലി ഉയരും, ബാങ്കിൻ്റെ ധ്വനി മുഴങ്ങും. പലപ്പോഴും ആ ബാങ്കിൻ്റെ ധ്വനിയോടൊപ്പം ഒരു കോഴി കൂകുന്നതിൻ്റെ ശബ്ദവും ഞാൻ കേൾക്കാറുണ്ട്. ചിലപ്പോൾ ആദ്യം കോഴി, രണ്ടാമത് ബാങ്ക് വിളിക്കുന്ന മുക്രിയുടെ ശബ്ദം അദ്ദേഹം എഴുതുകയാണ്. ചിലപ്പോൾ മുക്രിയുടെ ശബ്ദം തുടങ്ങുമ്പോൾ കോഴിയുടെ ശബ്ദം. ഞാൻ പലപ്പോഴും അത്ഭുതത്തോടു കൂടി നോക്കിയിരുന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്താണ് ഈ ശബ്ദങ്ങൾ തമ്മിൽ ഇത്രമാത്രം സാധർമ്മ്യം, പൊരുത്തമെന്ന്, ഒരേ സമയത്താകുന്നത് എന്തെന്ന്. പിന്നീടാണ് ഞാൻ പഠിച്ചത്, ഇത് രണ്ടും പ്രകൃതിയുടെ സംവിധായകൻ നിശ്ചയിച്ച സമയമാണ്. പ്രകൃതിക്ക് ഉണരാൻ, പ്രകൃതി വസ്തുക്കൾക്ക് ഉണരാൻ വേണ്ടി തമ്പുരാൻ നിശ്ചയിച്ച സമയമാണെന്ന് കൃത്യമായി പ്രകൃതിയിലെ ഓരോ ജീവിക്കും അറിയാം. ആത്മാവിനെ പരിഗണിക്കുന്ന ആളുകൾക്കിതറിയാം. ആത്മാവിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അതിൻ്റെ നന്മകൾ, തിന്മകൾ, അതിൻ്റെ വളർച്ചകൾ അത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഇതൊക്കെ അറിയാം. ഇതൊക്കെ നമുക്കറിയില്ല. നമുക്ക് പരമാവധി ഉറങ്ങുന്നവൻ മിടുക്കനാണ്.
ഉണരുന്നവൻ വിഡ്ഢിയാണ്, രാവിലെ പള്ളിയിലേക്ക് പോകുന്നവൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസും അദ്ദേഹം അതിൽ ചേർത്തുപോയോ എന്നെനിക്ക് ഓർമ്മയില്ല, പഴയ വായനയാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്കറിയാം ഹദീസിലുണ്ടത്, ലാ തസുബ്ബു ദീഖ, നിങ്ങളൊരു കോഴിയെയും കുറ്റം പറയരുത്. ഫൈനഹ തൂഖിദുലി സ്വലാ, കാരണം അവ നമസ്കാരത്തിന് വേണ്ടി നിങ്ങളെ വിളിച്ചുണർത്തുന്ന അലാറങ്ങളാണ്. റസൂലുള്ളാഹി നോക്കൂ, ബാങ്കിൻ്റെ സമയമാകുമ്പോൾ എവിടെ നിന്നെങ്കിലും നാം അറിയാത്ത, പണ്ടൊക്കെ ധാരാളം കോഴികളുണ്ടായിരുന്നപ്പോൾ നിരന്തരം നല്ല ഉച്ചത്തിൽ കേൾക്കാം. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കോഴി ഉണ്ടെങ്കിലായി അവ്യക്തമായ ഒരു ശബ്ദത്തിൽ ഒരു കോഴിയുടെ ശബ്ദം മുഴങ്ങുന്നത് കേൾക്കാം. അപ്പോൾ അള്ളാഹുവിൻ്റെ പദ്ധതിയാണത്. കോഴിക്ക് ആ സമയബോധമുണ്ട്, അള്ളാഹു നൽകുന്നതാണ്. കൃത്യമായി ക്ലോക്ക് തിരിച്ചു വെച്ച് നമ്മുടെ ചാർട്ട് നോക്കി ബാങ്ക് വിളിക്കുന്ന, മുക്രി ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് തഹജ്ജുദിൻ്റെ നേരത്തും കേൾക്കാം അത്. ഒരു കോഴിയുടെ ശബ്ദം ആരാണ് യഥാർത്ഥത്തിൽ കൃത്യമായ ആ സമയത്ത് ക്രമീകരിച്ചത്? സഹോദരങ്ങളെ, പടച്ച തമ്പുരാൻ നമ്മുടെ ഭാവിയുടെ പദ്ധതികൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തെയും പരാജയത്തെയും ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ മനസാക്ഷിയെ കൂടി ഉണർത്തിക്കൊണ്ടാണ് നമ്മെ അള്ളാഹു കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ പോക്കിൽ എന്നോടൊപ്പം സഹയാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാ വർഷവും അള്ളാഹു നമ്മെ ഒരു പരീക്ഷാ സമയം നൽകി, ഒരു SSLC ഒരു എക്സാം, ടേം എക്സാം നൽകി, അള്ളാഹു ഒരു ആനുവൽ എക്സാം നൽകി പരീക്ഷിക്കുകയാണ് എങ്ങനെയായിരുന്നു ഇവൻ്റെ പെർഫോമൻസ്. അപ്പോൾ റമദാൻ വരുമ്പോൾ ഇതുവരെയുള്ള ആ പഠനത്തിൻ്റെ, അധ്വാനത്തിൻ്റെ എല്ലാം ശ്രമങ്ങളെ, അത് തനിക്കുണ്ടാക്കി തീർത്ത നേട്ടത്തെ മുഴുവൻ പരിശുദ്ധമായ റമദാനിൽ ഒരു നന്മയുടെ പെരുമഴ പോലെ, ഒരു നന്മയുടെ തോരാമഴ പോലെ അവൻ പ്രദർശിപ്പിക്കുകയാണ്. ആ പരീക്ഷകനായ അള്ളാഹു കണ്ടത്ഭുതപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയുണ്ടായി, ആകാശം കാത്തിരിക്കുന്നു റമദാൻ മാസത്തിലെ നന്മകളിലുള്ള നിങ്ങളുടെ മത്സരം കാണാൻ. മുഹമ്മദുർ റസൂലുള്ളാഹി, നിങ്ങളുടെ നന്മകളിലുള്ള മത്സരം കാണാൻ. എല്ലാവരും നോമ്പ് വയ്ക്കുന്നിടത്തല്ലേ വീട്ടിൽ വാപ്പയും ഉമ്മയും പെണ്ണും പിള്ളയും നോമ്പ് വയ്ക്കുമ്പോൾ വീട്ടിൽ ചെന്നാൽ നേരത്തെ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ആരോഗ്യത്തിന് നല്ലതല്ലേ, ഒരു നോമ്പങ്ങ് വെച്ചേക്കാം എന്ന് വിചാരിക്കുന്ന നോമ്പുകാരൻ റമദാനിൽ ഒന്നുമായിട്ടില്ല. റമദാനിൽ അള്ളാഹു പരീക്ഷിക്കുന്നത് ഇതുവരെയുള്ള നിൻ്റെ ജീവിതത്തിൻ്റെ ആത്മാവിനെ പരിഗണിച്ചുകൊണ്ട്, അള്ളാഹുവിനെ പരിഗണിച്ചുകൊണ്ട്, ആഖിറത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് ജീവിക്കാൻ തന്ന നിൻ്റെ സ്വത്വത്തെ, നിൻ്റെ മുഴുവൻ ശരീരത്തെ, സമഗ്ര ശരീരത്തെ, ശരീരം മാത്രമല്ലാത്ത ആത്മാവ് കൂടി ചേർന്ന ഈ ശരീരത്തെ പരിഗണിച്ചുകൊണ്ട് നീ പണിയെടുത്തിട്ടുണ്ട് എന്ന്, അതിനു വേണ്ടി പരിശീലിച്ചിട്ടുണ്ട് എന്ന് നീ റമദാനിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ പരീക്ഷയിൽ തെളിയിക്കാൻ തന്ന സമയമാണ്. അത് എന്തൊക്കെ നന്മകൾ! പരീക്ഷാ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാർക്ക് കുറയാതെയാണ് നോക്കേണ്ടത്, അവനാണ് മിടുക്കനാവുക. എങ്ങനെയെങ്കിലും പാസ് മാർക്ക് മതി എന്ന് വിചാരിക്കുന്നവർക്ക് നോമ്പൊക്കെ അത്യാവശ്യം തറാവിഹ് ഒന്ന് മുട്ടിച്ച് ഫർളും ഒപ്പിച്ചൊക്കെ കടന്നു പോയാൽ അത് മതി. പക്ഷെ പോരാ, റമദാൻ വരുമ്പോൾ അത് പോരാ. റമദാനിൽ നിങ്ങളുടെ നന്മകളുടെ മത്സരയോട്ടം കാണാൻ ആകാശം കൊതിക്കുന്നു, അള്ളാഹു കൊതിക്കുന്നു. നന്മകളുടെ പരീക്ഷാ സെൻറ്ററിലാണ് വിശുദ്ധ റമദാനിൽ നമ്മൾ ഉണ്ടാവുക എന്ന ഓർമ്മയിൽ രാത്രികളിൽ അള്ളാഹുവിനു വേണ്ടി തഹജ്ജുദ് നമസ്കരിച്ചും തറാവീഹ് നമസ്കരിച്ചും നീണ്ട യാമങ്ങളിൽ ഖിയാമുൽ ലൈലിൽ ഏർപ്പെട്ടും ഈ മത്സരം കാട്ടിക്കൊടുക്കണം. എന്നെക്കൊണ്ട് പടച്ചവനെ ഇത് പറ്റുമായിരുന്നു, ഇങ്ങനെ ഒരു പരിശീലനത്തിൽ തന്നെയായിരുന്നു ഞാൻ, എൻ്റെ പെർഫോമൻസ് മുഴുവൻ നിനക്കിവിടെ കാണാം എന്ന് റമദാനിൽ നമുക്ക് കാട്ടിക്കൊടുക്കാൻ കഴിയണം. നന്മകൾ, ദാനധർമ്മങ്ങൾ വാരിക്കോരി നൽകണം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു ചാർട്ട് തന്നെ സമർപ്പിച്ചു ഈ പരീക്ഷ വിജയിക്കാൻ, ഈ പരീക്ഷ വിജയിച്ച് റാങ്ക് നേടാൻ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു, സൂറത്തുൽ വാഖിയ പരിചയപ്പെടുത്തിയപ്പോൾ 3 കൂട്ടരാണ് അവിടെ എന്ന് സ്വർഗത്തിൽ. വസ്സാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ, ആരെയും കാത്തു നിൽക്കാതെ മുമ്പേ നടന്നവർ, അവർ അവിടെയും മുമ്പിലായിരിക്കും സ്വർഗത്തിലും. തറാവീഹിന് വന്നപ്പോൾ അയലോക്കത്തേരം വന്നിട്ടുണ്ടോ? എന്നാൽ പോവാം. വെള്ളിയാഴ്ച ജുമയ്ക്ക് വരുമ്പോൾ പൊതുവെ ഉണ്ടല്ലോ, എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ വന്നേക്കാം. ളുഹറിനത് കാണില്ല, അസറിന് കാണില്ല, മഗ്‌രിബിന് ഇശായ്ക്കും കാണില്ല. ആൾക്കൂട്ടത്തിൻ്റെ ഒഴുക്കിൻ്റെ ഭാഗമാകുന്നവനല്ല, മറിച്ച് വേറിട്ട് നിൽക്കുന്നവൻ, ആരുമില്ലെങ്കിലും നന്മയെ നന്മയാണെന്നറിഞ്ഞ് നടന്നവൻ. അസ്സാബിഖൂൻ 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 അസ്സാബിഖൂൻ. ഇവിടുത്തെ സാബിഖ് അവിടെയും സാബിഖാണ്. സാബിഖ് എന്ന് പറഞ്ഞാൽ എന്താ? സാബിഖ് എന്ന് പറഞ്ഞാൽ ആരാ? മത്സര വിജയി. അങ്ങനെയാണ് അറബിയിൽ പറയുക. ഇവിടുത്തെ മത്സര വിജയി അവിടെയും മത്സര വിജയി ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ഒരു മത്സര ഓട്ടമാണ്.
ആഖിറത്തിലേക്കുള്ള മത്സര ഓട്ടം. നമ്മുടെ സഹോദര സമുദായങ്ങൾ പാടുന്ന കേട്ടിട്ടില്ല, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന്. സമയമാകുന്ന രഥത്തിൽ തേരിലേറി സ്വർഗത്തിലേക്ക് നമ്മളൊക്കെ യാത്ര ചെയ്യുക. അവർ പറഞ്ഞുകൊണ്ട് തെറ്റല്ല, ശരിയാണത്. ആ യാത്രയിൽ നമ്മളുടെ കാലിടറില്ല, ഇടറിയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മത്സര ഭൂമികയായി മുസ്ലിം ഉമ്മത്തി പരിശുദ്ധ റമദാന മാറ്റുമെങ്കിൽ ഇൻഷാ അല്ലാ ഒരു പരീക്ഷ കഴിയുമ്പോൾ റാങ്ക് മുകളിലേക്ക് ഉയരുകയാണ്, അല്ലേ? പരീക്ഷ തീർന്നാൽ അടുത്ത ഒരു വർഷത്തേക്ക് ഈ സമുദായത്തിൻ്റെ റാങ്ക് ഉയരും. ഈ സമുദായത്തിലെ ഓരോ വ്യക്തിയുടെയും അവൻ്റെ റാങ്ക് ഉയരും. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉയർന്ന നിലവാരമുള്ളവനാകും. ആത്മാവിനെ വലിച്ചെറിഞ്ഞ ആത്മശൂന്യന്മാരുടെ ഗണത്തിലല്ല, മൃഗതുല്യന്മാരുടെ കൂട്ടത്തിലല്ല, ഗാഫിലീങ്ങൾ അലസന്മാരുടെ കൂട്ടത്തിലല്ല അവൻ ഇടമുണ്ടാവുക. അള്ളാഹുവിന് പരിഗണിക്കാൻ കൊള്ളാവുന്ന ഒരു ജനതയായി ഈ റമദാൻ കൊണ്ട് നമ്മൾ മാറും. അതുകൊണ്ട് നിങ്ങൾക്കിതാ റമദാൻ ഞാൻ തരുന്നു. കുത്തിബ യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്ക് നാം റമദാൻ ഇതാ നിർണയിച്ചു തന്നിരിക്കുന്നു, നിയമമാക്കി തന്നിരിക്കുന്നു. എങ്ങനെ? കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻപുള്ള മുഴുവൻ ജനതയ്ക്കും നാം വ്രതം നൽകിയിരുന്നത് പോലെ. മാനവരാശിയുടെ ആത്മസത്തയെ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നോമ്പ് ഒഴിവാക്കിയുള്ള ഒരു പദ്ധതിയില്ല. അത് നമുക്കല്ല, എല്ലാ സമൂഹങ്ങൾക്കും അങ്ങനെയാണ്. ഏതൊരു ജനതയ്ക്കും നോമ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം ആത്മാവിനെ വളർത്താൻ നോമ്പല്ലാതെ വേറൊന്നുമില്ല. ശരീരത്തെ വളർത്താൻ ഭക്ഷണമാണെങ്കിൽ ആത്മാവിനെ വളർത്താൻ ഭക്ഷണത്തോടുള്ള നിയന്ത്രണമാണ്, ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യലാണ്. ആത്മാവിനിത് വേണ്ട. അങ്ങനെ ആത്മാവിന് വെള്ളമാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ നിയന്ത്രണമാണ്. അങ്ങനെ എല്ലാ സമൂഹത്തെയും ആത്മാവിനെ വളർത്താൻ വേണ്ടി അന്നപാന ഭോഗാദികളോടുള്ള ഒരകലം നാം നിർണയിച്ചിരുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും. എല്ലാ സമൂഹങ്ങളിലും കാണാം. യഹൂദികളിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്. 50 നോമ്പ്, 20 നോമ്പ്, അങ്ങനെ പലതരം നോമ്പുകൾ എല്ലാവർക്കും അള്ളാഹു കൊടുത്തിരുന്നു. നോമ്പ് ആത്മാവിനെ അംഗീകരിക്കുന്ന, പരിഗണിക്കുന്ന ഒരു പടച്ചവൻ ഒരു സമൂഹത്തെ, മനുഷ്യനെ സമഗ്രമായി നന്നാക്കാൻ നോമ്പ് കൊടുത്തല്ലാതെ വേറൊരു വഴിയില്ല. നോമ്പ് അവർക്ക് എല്ലാവർക്കും അല്ല കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാത്രം തന്നൊന്നുമല്ല. നമ്മൾ ചീത്തയാകാൻ തീരുമാനിച്ചാൽ നമുക്ക് നോമ്പ് വേണ്ട. നമുക്ക് ശരീരം മാത്രം മതിയെന്ന് പരിഗണിച്ചാൽ നോമ്പ് വേണ്ട. ആത്മാവ് കൂടിയുണ്ട്. അതിലൂടെയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഉയരുന്നത്, നന്നാകുന്നത്, സ്വീകാര്യനാകുന്നത് എന്ന് നാം അറിയുന്നുണ്ടെങ്കിൽ അതുണ്ട്. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും. എന്തിനാ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ. എന്തുമാകാം, ഏതുമാകാം എന്ന തോന്യാസികളാകാതെ സൂക്ഷ്മത വേണം ജീവിതത്തിൽ. എന്തും ആകാവുന്ന മൃഗമല്ല ഞാൻ എന്ന ബോധം നിങ്ങളുടെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കാൻ, നിങ്ങളുടെ ഉള്ളിൽ കുത്തി നിറയ്ക്കാൻ, നിങ്ങളുടെ ശരീരവും മനസ്സും അത്തരത്തിലുള്ള ഒരു ജീവിത സംസ്കാരത്തിന് പാകമാകാൻ, അതിനാ തഖ്വ എന്ന് പറയുന്നത്. തഖ്വ എന്ന് പറയാൻ എളുപ്പമാണ്. ജീവിതത്തിൽ സൂക്ഷിക്കുന്നതിൻ്റെ പേരാണ്. കണ്ണുകൊണ്ട് നോക്കുന്നിടത്ത് സൂക്ഷിക്കുന്നതിൻ്റെ പേരാണ്. എവിടെയും നോക്കാം. ഈ കണ്ണിന് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷെ ചിലയിടത്ത് നോക്കിയാൽ ആളുകൾ കണ്ണു കുത്തിപ്പൊട്ടിക്കും. അള്ളാഹു അത് തന്നെയാണ് പറയുന്നത്. നോക്കണ്ടാത്തടത്ത് നോക്കാതിരിക്കാനുള്ള പരിശീലനം കണ്ണിന് കൊടുക്കണം. അതുപോലെ തന്നെ കാതുകൊണ്ട് എന്തും കേൾക്കാം. ഒരാളുടെ രഹസ്യം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിമേടിക്കും. കാതുകൊണ്ട് എന്തും കേൾക്കാം, പക്ഷെ കേൾക്കേണ്ടത് മാത്രം കേൾക്കാൻ കാതിനെ പരിശീലിപ്പിക്കുന്നതിൻ്റെ പേരാണ് തഖ്വ. കാലുകൊണ്ട് എങ്ങോട്ട് നടന്നാലും എത്തും, പക്ഷെ പോകേണ്ടിടത്തേക്ക് പോകാൻ വേണ്ടി കാലിനെ ശീലിപ്പിക്കുന്നതിൻ്റെ പേരാണ് തഖ്വ. കൈകൊണ്ട് ആരെയും സ്പർശിക്കാം, പക്ഷെ സ്പർശിക്കേണ്ടവരെ മാത്രം സ്പർശിക്കുകയും അല്ലാത്തവരെ സ്പർശിച്ചാൽ, നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഒരു വലിയ ആൾ കൈവച്ചപ്പോൾ കൈയെടുത്തുകൊണ്ട് പോകാൻ ഒരു പെണ്ണ് പറയുന്നേ, വേണ്ടാത്തിടത്ത് വെക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരിശീലനമാണ് തഖ്വ. അവൻ മിടുക്കനായതുകൊണ്ടോ നടനായതുകൊണ്ടോ MP ആയതുകൊണ്ടോ ഒന്നും ഇത് കിട്ടുകയല്ല. വെക്കേണ്ടിടത്ത് വെക്കുന്നതും വെക്കേണ്ടാത്തിടത്ത് വെക്കുന്നതും ഈ പരിശീലനം. ലഅല്ലക്കും തത്തഖൂൻ. അതിനാ നോമ്പ് നമുക്ക് തരും. നോമ്പ് വെച്ച ആളുകൾക്ക് ഈ ചിട്ട കിട്ടും. അവരുടെ ഗുണങ്ങൾ അതെന്ത് നമുക്ക് നേടിത്തന്നു എന്നൊക്കെ നോമ്പ് വെച്ചവർ തന്നെ പറയും. നോമ്പ് വെച്ചവരോട് ചോദിക്കേണ്ട, നോമ്പ് വെച്ചിട്ട് നാം ശീലിക്കുകയാണ് വേണ്ടത്. നോമ്പ് വെച്ചാൽ എന്തൊക്കെ ഉണ്ടാവും? ഈ പറഞ്ഞതൊന്നും നമ്മളിൽ ഉണ്ടാവില്ല. ചിട്ട, അച്ചടക്കം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സംസ്കാരമായി, ഒരഭിമാനമായി, ഒരലങ്കാരമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ബോധമണ്ഡലം പരിശുദ്ധമായ റമദാൻ നോമ്പ് നമുക്ക് വാങ്ങിത്തരുന്നു. അയ്യാമം മഅദൂദാത്ത്. അതെല്ലാ ദിവസവും വേണ്ട കേട്ടോ. പരിശീലനം എല്ലാ ദിവസവും വേണ്ട.
IAS ഓഫീസറാകാൻ മസൂറിയിൽ പരിശീലനത്തിന് പോകുന്നവൻ എന്നും പരിശീലനത്തിലല്ല, 6 മാസത്തെ ട്രെയിനിങ്, പിന്നെ ഫീൽഡിലാണ്. അയ്യാമും മഅദൂദാത്ത്, കുറേ നാളുകൾ പരിശീലിച്ചാൽ മതി, 1 മാസം നന്നായി. പക്ഷേ രോഗിയാണെങ്കിൽ തൽക്കാലം വേണ്ട, യാത്രയിലാണെങ്കിലും വേണ്ട, ഫഅയ്യാമുൻ ഉഖർ, പക്ഷേ മറ്റൊരു സമയം ആ പരിശീലനം ഉറപ്പാക്കിയിരിക്കണം, പൂർത്തിയാക്കിയിരിക്കണം. നോക്കൂ എത്ര വലിയ ട്രെയിനിങ്, മനുഷ്യത്വത്തെ ഉണർത്തുന്ന പരിശീലനമായി പരിശുദ്ധമായ റമദാനിനെ പടച്ചതമ്പുരാൻ തരുമ്പോൾ അതിൻ്റെ അന്തസത്ത ഉണർന്ന് നാം ഇതുവരെ എവിടം വരെ എത്തി, നാളെ അടുത്ത 1 വർഷത്തേക്ക് നമ്മുടെ ഭാവിയുടെ ഭാഗധേയം എങ്ങനെയായിരിക്കുമെന്ന് പടച്ചതമ്പുരാൻ, അതല്ലേ ലൈലത്തുൽ ഖദറിൽ കൊണ്ടുപോയി വെച്ചിട്ട് 1 വർഷത്തെ അവൻ്റെ ഭാവി നിർണ്ണയിക്കാൻ വേണ്ടി അവസാനം കൊണ്ട് വെച്ചേക്കുക. ഈ മത്സര പരീക്ഷയിൽ എങ്ങനെ അവൻ ഓടിയെത്തി, എത്ര മാർക്ക് അവൻ നേടി എന്നുറപ്പ് വരുത്തിയിട്ടാണ് അവസാനത്തെ ലാസ്റ്റ് ഡേ എന്ന് ലൈലത്തുൽ ഖദർ 27-ാം രാവെന്ന് പൊതുവെ പറയാറുണ്ട്. അത് തന്നെയാണെന്ന് ഉറപ്പൊന്നുമില്ലെങ്കിലും ഒടുവിലത്തെ സമയങ്ങളെയാണ് കരുതേണ്ടത്. അതുവരെ അവൻ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കിയിട്ട് അവൻ്റെ ഭാവിക്ക് മാർക്കിടുന്ന ഖദർ, അവൻ്റെ വിധി നിർണ്ണയിക്കുന്ന ലൈലത്തുൽ ഖദർ അതിൽ വരും. അള്ളാഹു എങ്ങനെയെല്ലാമാണ് നമ്മെ പരിഗണിക്കുന്നത്, എങ്ങനെയെല്ലാമാണ് അള്ളാഹു നമ്മെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ റമളാനിൻ്റെ സമയങ്ങളെക്കുറിച്ചുള്ള ഒരു ചാർട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഹദീസ് നിങ്ങളുടെ മുമ്പിൽ വളരെ വിശദീകരണമില്ലാതെ സമർപ്പിച്ചുകൊണ്ട്, വെറുതെ ആയിരിക്കരുത്, ജാഗ്രതയോടെ ആകണം പരിശുദ്ധ റമളാൻ. അത് നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു മാസമാണ്, നമ്മുടെ ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ പരീക്ഷാക്കാലമാണ്, അടുത്ത 1 വർഷത്തേക്കുള്ള നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നതാണ് എന്ന ഓർമ്മയുണ്ടാകണം. നഷ്ടപ്പെടുത്തി കളയരുത്. വീണ്ടും നിരാശയിലേക്ക്, ഇന്നിൽ നിന്ന് നിരാശയിലേക്ക് മുസ്ലിം ലോകം ആണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സൊക്കെ എവിടെ നിൽക്കുന്നു എന്നറിയുമ്പോൾ പലപ്പോഴും നമ്മേക്കാൾ നല്ല മനസ്സ് നമ്മളല്ലാത്തവർക്കുണ്ടെന്ന് തെളിയിക്കപ്പെടുകയാണ്. ഇവിടെ നമ്മളൊക്കെ എവിടെയാണ്? നമ്മുടെ സഹോദരങ്ങളുടെ നൊമ്പരങ്ങൾ പോലും നമുക്ക് വേദനയല്ലാതാകുന്ന ഒരു സമുദായമായി ഈ സമുദായം മാറുമ്പോൾ, അമേരിക്കയിൽ ഒരു സൈനികൻ, കേവലം 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, പാവപ്പെട്ട ഫലസ്തീൻ്റെ ജനതയോട് തൻ്റെ രാജ്യം കാട്ടിക്കൂട്ടുന്ന ക്രൂരതകളിലും മനമെടുത്തിട്ട്, മനസ്സൊരു മനുഷ്യൻ്റെ മനസ്സ് എത്ര വലിപ്പം കാണിക്കും എന്നതിൻ്റെ ഒരടയാളമായി ആ ചെറുപ്പക്കാരൻ ഈ റമളാൻ്റെ മുമ്പിൽ അല്ലാഹു തആല തരികയാണ്. തൻ്റെ രാജ്യത്തോടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാൻ, ഇസ്രയേലിനോടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാൻ, എല്ലാ സുഖ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന ഒരമേരിക്കൻ സൈനികൻ, അവൻ തൻ്റെ സ്വന്തം ശരീരത്തിലേക്ക് അവൻ ആ പെട്രോൾ ഒഴിച്ചിട്ട് അടിയിൽ നിന്ന് തീ ഇട്ട് നിമിഷം കൊണ്ട് കരിഞ്ഞൊരു വിറക് കൊള്ളി പോലെ താഴേക്ക് നിലംപൊത്തുന്ന കാഴ്ച, അവൻ്റെ സ്വത്ത് മുഴുവൻ പാവം ഫലസ്തീനികൾക്ക് വേണ്ടി എഴുതി വെച്ചു. അവനും ഒരു മനുഷ്യനാണ്. അവൻ്റെ 7 അയലത്തെത്താൻ, 100 അയലത്തെത്താൻ മുസ്ലിമാണെന്ന് പറയുന്ന എനിക്കും നിങ്ങൾക്കും സഹോദര സ്നേഹത്തിൻ്റെ പേരിൽ ഈ ഫലസ്തീനുകളോടുള്ള അനുകമ്പയുടെ പേരിൽ കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയാണ് നാം? ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ വലിപ്പം എവിടം വരെയാകുമെന്ന് തെളിയിക്കപ്പെടുന്നത്. ആ വലിയ വലിപ്പത്തിൻ്റെ അനന്ത സാധ്യതകളെ എത്തിപ്പിടിക്കാൻ വേണ്ടി പടച്ചതമ്പുരാൻ തരുന്ന പദ്ധതികളാണിതൊക്കെ. അതൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് നാം അധമന്മാരായി അധപ്പതിക്കുന്നത്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, അള്ളാഹു ഈ ലോകത്തെ ഏറ്റവും സുന്ദരനായി മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷെ സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, അവൻ അധമന്മാരായി അധപ്പതിക്കുകയാണ്. എത്ര താഴാമോ അത്രയും. ഫലസ്തീനുകളുടെ കയ്യിൽ അക്സ കിട്ടിപ്പോകരുതെന്ന് വരെ നമ്മുടെ കൂട്ടത്തിൽ ആളുകൾ പ്രസംഗിക്കുന്നു, അല്ലേ? അത്രമാത്രം അധമന്മാരാകാൻ നമുക്ക് കഴിയും എന്നല്ലേ അതിൻ്റെ അർത്ഥം? അവിടെയാണ് ഒരു മുസ്ലിം അല്ലാത്ത അമേരിക്കൻ സൈനികനായ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ മനസ്സിൻ്റെ സഹജീവികളോടുള്ള നൊമ്പരത്തിൻ്റെ വികാരം സ്വന്തം ജീവനെ ബലികെടുത്തുകൊണ്ട് ഈ ലോകത്തിൻ്റെ മുമ്പിൽ കാട്ടിത്തന്നതെന്നൊന്നും നമ്മൾ മറക്കരുത്. ഇതൊക്കെ വെച്ചിട്ട് അള്ളാഹ് മാർക്കിടണേ. അവനെ വെച്ചിട്ടാണ് അവൻ്റെ മനസ്സും നമ്മുടെ മനസ്സും തമ്മിൽ അള്ളാഹു താല ഒന്ന് ടാലി ചെയ്യും. എന്നിട്ടാണ് അള്ളാഹു താല മാർക്ക് തരുന്നത് എന്നോർമ്മ വേണം. അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, അതിനൊത്ത പണികൾ നമ്മൾ ചെയ്യുമോ? ഖത്തബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പ്രസംഗം ചെയ്തു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എപ്പോഴാണ്? ഫി ആഖിരി യൗമി മിൻ ഷഅബാൻ, ഷഅബാൻ അവസാനിക്കുന്ന ദിവസം, ഏറ്റവും ഒടുവിലാണ് റസൂലുള്ളാഹി പറയുന്നത്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഖദ് അളല്ലക്കും ഷഹ്റുൻ അളീം, ഒരു മഹോന്നതമായ മഹത്തരമായ മാസം ഇതാ നിങ്ങളിൽ ആഗതമാവുകയാണ്. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമാണ് ആ മാസം. മുബാറക് അതൊക്കെ വിശദീകരിക്കാൻ നേരമില്ല. ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹ്ർ, അതിലൊരു രാവുണ്ട്
1000 മാസത്തെ അധ്വാനത്തെക്കാൾ മഹത്തരമായ പ്രതിഫലം ആ രാവിലെ അമലിനുണ്ട്. നോക്കൂ, കണ്ടെത്തി മത്സരിച്ച് പണിയെടുക്കുന്നവന് മാത്രം കിട്ടുന്ന ഒരു വലിയ പ്രതിഫലത്തിൻ്റെ അക്ഷയഖനിയെ അതിൻ്റെ ഉള്ളിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് ആ ദിവസം അറിയിച്ചില്ല അള്ളാഹു. എന്താണ് അതിനർത്ഥം? നന്മകളിൽ പണിയെടുക്കുക, വീണ്ടും വീണ്ടും പണിയെടുക്കുക, മത്സരിക്കുക എന്നാണ് അതിനർത്ഥം. സമയം പറഞ്ഞു തന്നാൽ പോരെ? അന്ന് രാത്രി പണിതാൽ മതിയെങ്കിൽ പോരാ. ആഖിറത്തിന് വേണ്ടി അത്രയ്ക്കൊന്നും പണിതാൽ പോരാ. ദുനിയാവിന് വേണ്ടി പണിയുന്നതിൻ്റെ അത്രയെങ്കിലും പണിയുണ്ട്. ആഖിറത്തിന് വേണ്ടി പോരാ. ആഖിറത്തിൻ്റെ ദൈർഘ്യത്തിനൊത്തു പണിയെടുക്കണം. അതുകൊണ്ട് ആ വലിയ രാവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എത്തിപ്പിടിക്കുമെങ്കിൽ ജഅലല്ലാഹു സിയാമഹു ഫരീള, ആ മാസത്തിലെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാണ്. നിങ്ങളതിൻ്റെ സാഹചര്യങ്ങളും സുഖസൗകര്യാദികളും ചൂടും തണുപ്പും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളാകണമെങ്കിൽ ആ റമദാനിൽ നോമ്പ് ഫർള. നിങ്ങൾ മനുഷ്യരാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും എത്ര കണ്ട് മനുഷ്യരാണ്. നമ്മളോട് തന്നെ, നമ്മുടെ സഹോദരങ്ങളോട് തന്നെ, മുസ്ലിം സമുദായത്തോട് തന്നെ എത്ര കണ്ട് മനുഷ്യരാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പയോട് ഞാൻ എത്ര നല്ല മനുഷ്യനാണ്, എൻ്റെ മക്കളോട് എത്ര നല്ല മനുഷ്യനാണ്, എൻ്റെ ഭാര്യയോട് എത്ര നല്ല മനുഷ്യനാണ്. മനുഷ്യൻ ഒരു വലിയ സംഭവമാണ്. അതിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിക്കാനാണ് ഈ പരിപാടി. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു മനുഷ്യനാകണമെങ്കിൽ, സ്വർഗമെന്ന് പറയുന്ന ഉന്നതന്മാർ പാർക്കുന്നൊരിടത്ത് നിങ്ങൾക്കൊരിടമുണ്ടാകണമെങ്കിൽ ഈ റമദാനിലെ നോമ്പ് ഫറലാണ് കേട്ടോ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുത്തനും ഒഴിവില്ല. ഞാനത് തരില്ല. അവിടെയാണ് വേണമെങ്കിൽ രോഗമാണെങ്കിൽ മറ്റൊരു സമയത്താക്കിയാലും വേണ്ടില്ല എന്ന് അള്ളാഹു ഒരളവ് മാത്രം തരുന്നത്. വഖിയാമ ലൈലിഹി തതവ്വുഅ, അതിൻ്റെ രാത്രിയിലെ നമസ്കാരത്തെ അള്ളാഹു സുന്നത്താക്കിയിരിക്കുന്നു. തറാവീഹ് അള്ളാഹു തന്നെയാണ് സുന്നത്താക്കി തന്നിരിക്കുന്നത്. വമൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിൻ ഹിസാലിൽ ഖൈർ കാന കമൻ അദ്ദാ ഫരീളത്തൻ ഫീമാ സിവ. അതിലൊരാൾ ഒരു നന്മ, വളരെ ചെറിയ ഒരു നന്മ എന്തുമായിക്കോട്ടെ ചെയ്താൽ ഒരു ഫർള് ചെയ്ത കൂലിയാണ് അള്ളാഹു അതിന് നിശ്ചയിച്ചിരിക്കുന്നത്. ഫർള് ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് 6 നേരം നിസ്കരിച്ചേക്കാം, നല്ല തഖ്വ വന്നപ്പം പറ്റില്ല, 5 ഉള്ളൂ. പക്ഷേ ഇന്നൊരു സുന്നത്ത്, ഒരു ദാനം, ഒരു 10 രൂപ എടുത്തൊരുത്തൻ്റെ കൈ കൊടുത്തു, ഒരാളെ നോക്കി ഒന്ന് ചിരിച്ചു, ഒരു സലാം പറഞ്ഞു, ഒരു ഹസ്തദാനം ചെയ്തു, ഒന്ന് ചേർത്ത് പിടിച്ചു, ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു, അവന് സമാധാനം നൽകി, ആശ്വാസം നൽകി. അങ്ങനെ എന്തെങ്കിലും ഒരു നന്മ നീ ചെയ്താൽ, നീ നമസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിലേക്ക് വന്നു, ഒരു ഫറളിൻ്റെ കൂലിയാണ്. ഒരു സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒരു ഫറളിൻ്റെ കൂലി, ഒരു സുന്നത്തിനൊരു ഫറളിൻ്റെ കൂലി. നോക്കണം, സുന്നത്ത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഫറളിൻ്റെ കൂലി. ഒമൻ അദ്ദാ ഫരീളത്തൻ ഫീഹി കാന കമൻ അദ്ദാ 70 ഫരീളത്തൻ ഫീമാ സിവ. ഈ മാസത്തിൽ ഒരു ഫറൾ ആരെങ്കിലും ചെയ്താൽ 70 ഫറൾ ചെയ്ത പോലെയാണ്. ഒരു ജമാഅത്ത് ളുഹർ നിസ്കാരത്തിന് വന്നാൽ 2 മാസം 10 ദിവസം ജമാഅത്തിന് മുടങ്ങാതെ വന്ന പോലെയാണ്. ആരാ 2 മാസം 10 ദിവസം സുബഹിക്ക് ജമാഅത്തിന് കൃത്യം പറഞ്ഞേ? ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഇത്രയും കൂലി കിട്ടും. ഇതെന്തിനിങ്ങനെ വെച്ചേക്കണേ? നിന്നെ വളർത്താൻ, മനുഷ്യത്വത്തിൻ്റെ അത്യുന്നത സോപാനത്തിൽ നിന്നെ കുടിയിരുത്തി സ്വർഗത്തിന് ഭാഗമാക്കാൻ. സ്വർഗം അത്ര സിമ്പിളൊന്നുമല്ല, വെറുതെ കിട്ടുന്ന സാധനമല്ല. വെറുതെ പലരും വിചാരിക്കുക സ്വർഗം കിട്ടിപ്പോയെന്ന്, വെറുതെ വിചാരിക്കാൻ. അംഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുകയാണോ? വലമ്മ യഅതികും മസലുല്ലദീന ഖലൂ മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻകൂട്ടിയുള്ളവർ കടന്നുപോയ പീഡന പർവ്വങ്ങൾ താണ്ടാതെ. ഇല്ല കേട്ടോ, അങ്ങനെ കിട്ടുന്ന സാധനമല്ല. അതിനു വേണ്ടിയാണിതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വഹുവ ശഹ്റു സബർ, ഇത് ക്ഷമയുടെ മാസമാണ്. ഇതിന് ആകെ ആറ്റിക്കുറുക്കി അങ്ങനെ പറയാം, ഈ മാസം ക്ഷമയുടെ മാസമാണ് കേട്ടോ. മനസാക്ഷിയെ, മനസ്സിനെ, വിചാരങ്ങളെ പിടിച്ചു കെട്ടാൻ പഠിക്കുന്ന മാസമാണ്. ക്ഷമ നഷ്ടപ്പെടാതെ നോക്കുക. ഒരിക്കലും ഒരു പ്രകോപനം നമ്മളിൽ നിന്ന് ഈ മാസത്തിൽ വന്നു പോയാൽ റമദാൻ തകർന്നു. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മുടങ്ങാതെ രാത്രി നിസ്കാരമുണ്ട്. പക്ഷേ ഒരാളുടെ മുമ്പിൽ പൊട്ടിത്തെറിച്ച് അവനെ ചീത്ത വിളിച്ചു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളോട് വഴക്കിന് വന്നാൽ ഫൽയഖുൽ, നീ അവനോട് പറയണം. അപ്പോൾ വഴക്കിനാരും വരില്ലെന്നല്ല, അവൻ ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ടാകാമെന്നുമല്ല. ഫൽയഖുൽ, പറഞ്ഞേക്കണം, ഇന്നിംറുഉൻ സായിം, ഞാൻ നോമ്പുകാരനാണ്, ഇപ്പോൾ നിന്നോട് ഏറ്റുമുട്ടാൻ ഇല്ല, എനിക്കത് പറ്റില്ലാത്തൊരു സമയത്താണ് ഞാൻ. ആ ഒരു സ്റ്റാൻഡ് റമദാനിൽ നമ്മളെല്ലാവരും എടുത്താൽ എന്തായിരിക്കും സ്ഥിതി? പക്ഷേ 27-ാം രാവിനാണ് പല പള്ളികളിലും കത്തിക്കുത്ത്, അല്ലാഹു കാക്കുമാറാകട്ടെ. ആ നിലയിൽ ഈ ഉമ്മത്ത് അധപ്പതിക്കുന്നത് ഈ മാസത്തെ ക്ഷമയ്ക്ക് വേണ്ടിയുള്ള പരിശീലന മാസമായി, സമയമായി കാണാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ക്ഷമിക്കുക എന്ന കാര്യം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഷഹറുൽ മുവാസാത്ത്, സാധു സംരക്ഷണത്തിൻ്റെ മാസമാണ്. ഷഹറുൻ യുസാദു ഫി റിസ്ഖിൽ മുഅ്മിനി, സത്യവിശ്വാസിയുടെ റിസ്ഖിൽ വിശാലതയുണ്ടാകുന്ന മാസമാണ്. മൻ ഫത്തറ ഫീഹി സായിമാ, ആ മാസത്തിൽ ആരെങ്കിലും ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ കാന മഗ്ഫിറത്തിൽ ലിദുനൂബി, അവൻ്റെ എല്ലാ പാപങ്ങൾക്കും പൊറുപ്പാണ്.
ഒരുത്തരം നോമ്പ് തുറപ്പിച്ച നന്മകളുടെ വഴികൾ തുറന്നു തരികയാണ്. ഒരു നോമ്പ് തുറപ്പിക്കുക, വൈകുന്നേരം പോകുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ നോമ്പ് വെച്ച ഒരാൾ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനുണ്ടാകുമെന്ന് തീരുമാനിക്കണം. ഇങ്ങനെയുള്ള നന്മകളുമായി മത്സരയോട്ടം നടത്താനാണ് റമദാൻ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന ആ മാസത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ അതിനെ കണ്ടുകൊണ്ട് ആവേശപൂർവം അമലുകൾ നാവിന് ദിക്റുകൾ, പരിശുദ്ധ ഖുർആൻ പാരായണം, ദിക്റുകൾ എല്ലാം ഇതിനകത്ത് പറയേണ്ട, ഞാനിപ്പോൾ പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് സമയം പോലെ പറയാം. നമുക്ക് പറയാറില്ല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. ഇത് എപ്പോഴും നാവിലിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് നടക്കുക, നാവിൽ വേറൊന്നും വരാതിരിക്കട്ടെ. കാരണം എന്തെങ്കിലും അരുതാത്തത് വന്നു പോയാൽ ഇതിലെ മാർക്കാണ് നഷ്ടപ്പെടുന്നത്, നമ്മുടെ വൻ വിജയമാണ് തകർന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയിലായിരിക്കുക. പുണ്യമാസത്തിൽ അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കം ഇപ്പോഴേ തുടങ്ങുക. നേരെ മുമ്പേ തുടങ്ങിയതാണ്, ഇപ്പോൾ കൂടുതൽ ജാഗ്രതയോടെ ആവുക. ഇത് പരീക്ഷയാണ്, ഇത് മത്സര ഓട്ടമാണ്. ഇതിലെന്തെങ്കിലും അമാന്തത്തിൻ്റെ ഒരു അവസരം പോലും ഇവിടെ ഇല്ല. ഒരു മാസം അതിനായി മാറ്റിവെക്കപ്പെടേണ്ടതാണ്. ഖുർആൻ അതിന് നേരെ കണ്ണ് പറിക്കാതെ ഖുർആനിൽ കേന്ദ്രീകരിക്കണം. അത് നാം പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയ വസന്തമായി, അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തമായി ഖുർആൻ മാറ്റണമേ റബ്ബേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി പ്രാർത്ഥിച്ചതുപോലെ ഖുർആൻ പഠിച്ച് ഖുർആനിക വസന്തം മനസ്സിൽ പേറി നാം പരിശുദ്ധമായ റമദാനിലൂടെ കടന്നു പോകണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.